നമുക്കിപ്പോ 2 ടൈപ്പുള്ള ബിസിനസ് ഉണ്ട്. ഒന്ന് വൺസ് നമ്മൾ ചെയ്യുന്ന IT ഫാമാണ്. മന്തിലേക്ക് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാണ്. ജോബ് ബോർഡിന്റെ കോഴ്സ് വാങ്ങിയായിരുന്നു. ഇത് രണ്ടും ബേസ് ചെയ്തിരിക്കുന്നത് എറണാകുളമാണോ? അല്ല, ഒന്ന് നമുക്ക് ഓൾറെഡി പത്തനംതിട്ടയാണ് ബ്രാഞ്ചസ് ഉണ്ട്, 6 ബ്രാഞ്ച് ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ മൈ ബിസിനസ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റിയിലും ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുക ഗൂഗിൾ മൈ ബിസിനസ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. ഈ സാറിന് എത്രത്തോളം ചെയ്യേണ്ടി വരും എന്ന് അറിയണമെങ്കിൽ സാറിന്റെ ഏതെങ്കിലും ഒരു ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ഞങ്ങൾക്ക് കിട്ടും. ഇത് ഒരു സർവീസിന്റെ ഞാൻ സാറിനോട് പറഞ്ഞേ. സോഷ്യൽ മീഡിയ കൂടെ ആയിരിക്കും സാറിന് ഈസി ആയിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. ഇതൊരു ഓർഗാനിക് റീച്ച് കൊണ്ടുവരും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെയുള്ള കേസിൽ വീഡിയോസ് ആങ്കേഴ്സിനെ വെച്ച് ഒരു പോസ്റ്ററിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതേ കാര്യം നമ്മൾ കുറച്ച് എൻഗേജിംഗ് ആയിട്ടൊരു വീഡിയോ ആക്കുന്നു. എന്നിട്ട് അത് വെച്ച് നമ്മൾ പരസ്യം ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, ഷൂട്ടിംഗ്, എഡിറ്റിംഗ് എല്ലാം ചേർത്ത് ഞാനിപ്പോ സാറിനോട് പറഞ്ഞപ്പോൾ തന്നെ സാറിന് മനസ്സിലായി കാണും. ഓരോ സർവീസിനും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇതിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്തേക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു പാക്കേജ് എടുത്തിട്ട് 8 എണ്ണം ചെയ്യണം 10 എണ്ണം ചെയ്യണം എന്നൊരു കാര്യം ഇല്ല ഇതിനകത്ത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ ബഡ്ജറ്റിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സാറിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നത്.